പുലർച്ചെ 3 മണിയായിട്ടും കൊച്ചി നഗരത്തിലെ ആ പഴയ റെയിൽവേ യാർഡിൽ കനത്ത മൂടൽമഞ്ഞ് പടർന്നു കിടന്നു. ഉപയോഗശൂന്യമായ ഒരു ഗുഡ്സ് വാനിനുള്ളിൽ നിന്ന് പുറത്തേക്കൊലിച്ചിറങ്ങിയ ചുവന്ന ദ്രാവകം അവിടെയുണ്ടായിരുന്ന റെയിൽവേ ഗാർഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ടോർച്ച് വെളിച്ചം വാനിനുള്ളിലേക്ക് നീട്ടിയ അയാൾ ഭയത്താൽ വിറച്ചുപോയി. സിറ്റി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീം ലീഡർ ആസിഫ് അലി സംഭവ സ്ഥലത്തെത്തുമ്പോൾ പരിസരം മുഴുവൻ പോലീസുകാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. വാനിനുള്ളിൽ മൃതദേഹം കിടന്നിരുന്ന രീതി ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. കൊല്ലപ്പെട്ട ആളിൻ്റെ മുഖം പൂർണ്ണമായും ഒരു വെളുത്ത തുണി കൊണ്ട് മുറുക്കി കെട്ടിയിരുന്നു. ശരീരത്തിൽ മുറിവുകളൊന്നുമില്ലെങ്കിലും ഇരയുടെ വിരലുകളിൽ ഏതോ വിചിത്രമായ നീല നിറത്തിലുള്ള ചായം തേച്ചിട്ടുണ്ടായിരുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ തെളിവുകൾ ശേഖരിക്കുമ്പോൾ ആസിഫ് ആ പ്രദേശം മുഴുവൻ നിരീക്ഷിച്ചു. കൊലയാളി യാതൊരുവിധ അടയാളങ്ങളും അവശേഷിപ്പിച്ചിരുന്നില്ല. മൃതദേഹത്തിൻ്റെ കഴുത്തിന് താഴെ ഒരു പ്രത്യേക ആകൃതിയിലുള്ള മുറിവ് മനഃപൂർവ്വം ഉണ്ടാക്കിയതുപോലെ തോന്നി. അതൊരു ചിലന്തിയുടെ രൂപത്തോട് സാമ്യമുള്ളതായിരുന്നു. കഴിഞ്ഞ 1 മാസത്തിനിടെ നഗരത്തിൽ നടക്കുന്ന 3ാമത്തെ സമാനമായ മരണമായിരുന്നു ഇത്. ഇരകളെല്ലാം രാത്രി വൈകി ജോലി കഴിഞ്ഞു മടങ്ങുന്നവരായിരുന്നു. കൊലപാതക രീതികളിലെ സമാനത ഇതൊരു സൈക്കോ കൊലയാളിയുടെ കൃത്യമാണെന്ന് ആസിഫിന് ഉറപ്പ് നൽകി. കൊല്ലപ്പെട്ടവരുടെ പശ്ചാത്തലമോ അവർ തമ്മിലുള്ള ബന്ധമോ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അന്വേഷണ സംഘം റെയിൽവേ യാർഡിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. എന്നാൽ മഴ പെയ്തതിനാൽ പല ക്യാമറകളും പ്രവർത്തനരഹിതമായിരുന്നു. അവശേഷിച്ച ഒരു ദൃശ്യത്തിൽ മാത്രം കറുത്ത റെയിൻകോട്ട് ധരിച്ച ഒരാൾ അതിവേഗത്തിൽ നടന്നു പോകുന്നത് വ്യക്തമല്ലാതെ കാണാമായിരുന്നു. അയാളുടെ നടപ്പിലെ പ്രത്യേകതയും ചുമലിലെ ബാഗും ആസിഫ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. നഗരത്തെ ഭീതിയിലാഴ്ത്തുന്ന ആ കൊലയാളി അടുത്ത ഇരയെ ലക്ഷ്യം വെച്ച് എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് ആസിഫിന് തോന്നി. ആ രാത്രി അവസാനിക്കുന്നതിനു മുമ്പ് തന്നെ അടുത്ത നീക്കത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ നിഗൂഢ മനുഷ്യൻ. റെയിൽവേ യാർഡിൽ നിന്ന് ലഭിച്ച മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആസിഫിൻ്റെ മുന്നിലെത്തി. മരണകാരണം ശ്വാസം മുട്ടലല്ല, മറിച്ച് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു വിനാശകരമായ രാസപദാർത്ഥം ശരീരത്തിനുള്ളിൽ കുത്തിവെച്ചതാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ഇരയുടെ വിരലുകളിൽ കണ്ട നീല നിറത്തിലുള്ള ചായം ഒരു പ്രത്യേകതരം ലബോറട്ടറിയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണെന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ആസിഫും സംഘവും നഗരത്തിലെ പ്രധാന ലാബുകളും രാസവസ്തുക്കൾ വിൽക്കുന്ന കടകളും കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ മാസങ്ങളിൽ അസ്വാഭാവികമായ രീതിയിൽ ആരും തന്നെ ഇത്തരം വസ്തുക്കൾ വാങ്ങിയതായി രേഖകളില്ല. അതേസമയം CCTV ദൃശ്യങ്ങളിൽ കണ്ട ആ റെയിൻകോട്ട് ധരിച്ച രൂപത്തിൻ്റെ നടപ്പിലെ പ്രത്യേകത ആസിഫിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇടതുകാൽ ചെറുതായി വലിച്ചു വെച്ച് നടക്കുന്ന ആ രീതി ഒരു പഴയ അപകടത്തിൻ്റെയോ ശാരീരിക വൈകല്യത്തിൻ്റെയോ അടയാളമാകാം. അന്വേഷണത്തിനിടയിൽ സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ട ആദ്യ 2 ഇരകളുടെയും വിവരങ്ങൾ വീണ്ടും വിശകലനം ചെയ്തു. അവർ തമ്മിൽ നേരിട്ട് ബന്ധമില്ലെങ്കിലും എല്ലാവരും ഒരേ സമയം നഗരത്തിലെ ഒരു പ്രത്യേക ലൈബ്രറിയിൽ അംഗത്വമുള്ളവരാണെന്ന് സഞ്ജന കണ്ടെത്തി. ആ ലൈബ്രറിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കൊലപാതകത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ഇരകളെല്ലാം അവിടെ വന്നിരുന്നതായി വ്യക്തമായി. അർദ്ധരാത്രിയിൽ ആ പഴയ ലൈബ്രറിയിൽ പരിശോധന നടത്താൻ ആസിഫ് തീരുമാനിച്ചു. അടച്ചുപൂട്ടിയ ആ കെട്ടിടത്തിനുള്ളിൽ പൊടി പിടിച്ച പുസ്തകങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ അവിടെ ആരോ ഉണ്ടെന്ന തോന്നൽ ആസിഫിനുണ്ടായി. നിഴലുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ആരോ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ട് ആസിഫ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് നിലത്ത് വീണ് കിടക്കുന്ന ഒരു വലിയ എൻസൈക്ലോപീഡിയ ആയിരുന്നു. അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വീണ ഒരു പഴയ ഫോട്ടോ ആസിഫിൻ്റെ കണ്ണിലുടക്കി. 10 വർഷം മുൻപ് അതേ ലൈബ്രറിയിൽ നടന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു അത്. അതിൽ ഒരു യുവാവിൻ്റെ കൈകളിൽ നീല നിറത്തിലുള്ള ചായം പുരണ്ടിരിക്കുന്നത് അയാൾ കണ്ടു. ഫോട്ടോയിൽ ആ വ്യക്തിയുടെ മുഖം ആരോ മനഃപൂർവ്വം മായ്ച്ചു കളഞ്ഞിരുന്നു. അന്വേഷണം ആ ലൈബ്രറിയുടെ ഭൂതകാലത്തിലേക്ക് നീങ്ങുമ്പോൾ നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് വീണ്ടും സൈറൺ മുഴങ്ങി. കൊലയാളി തൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞു.
ലൈബ്രറിയിലെ പഴയ ഫോട്ടോയിൽ കണ്ട ആ നിഗൂഢ രൂപം ആസിഫിൻ്റെ ഉറക്കം കെടുത്തി. മുഖം മായ്ക്കപ്പെട്ട ആ വ്യക്തിയുടെ കൈകളിലെ നീലച്ഛായം ഇപ്പോൾ നടന്ന കൊലപാതകങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളതാണെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. ലൈബ്രറിയിലെ പഴയ രജിസ്റ്ററുകൾ പരിശോധിച്ചപ്പോൾ 10 വർഷം മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ പട്ടികയിൽ നിന്ന് ഒരു പേര് മാത്രം കീറി മാറ്റപ്പെട്ടതായി കണ്ടു. അതിനിടെ നഗരത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു വിജനമായ പാർക്കിൽ നിന്ന് അടുത്ത ഇരയെ കണ്ടെത്തി. ഇത്തവണ കൊല്ലപ്പെട്ടത് ഒരു ലൈബ്രറിയിലെ തന്നെ ഒരു മുൻ ജീവനക്കാരനായിരുന്നു. മുൻപത്തെ കൊലപാതകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇരയുടെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ചുവന്ന നൂൽക്കഷ്ണം ആസിഫ് കണ്ടെടുത്തു. അത് സാധാരണ വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നതല്ല, മറിച്ച് പുസ്തകങ്ങൾ ബൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം നൂലായിരുന്നു. രാത്രി വൈകി ലൈബ്രറിയുടെ താഴത്തെ നിലയിലുള്ള ബൈൻഡിംഗ് സെക്ഷനിൽ ആസിഫ് പരിശോധന നടത്തി. അവിടെ അലക്ഷ്യമായി കിടന്നിരുന്ന പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഡയറി ലഭിച്ചു. അതിൽ തീയതികളോ പേരുകളോ ഉണ്ടായിരുന്നില്ല. പകരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ ഭൂപടങ്ങളും ചില പ്രത്യേക സമയങ്ങളും അടയാളപ്പെടുത്തിയിരുന്നു. കൊലയാളി തൻ്റെ അടുത്ത ഇരകളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഗൈഡ് പോലെയായിരുന്നു അത്. പെട്ടെന്ന് ലൈബ്രറിയുടെ മുകൾ നിലയിൽ നിന്ന് ആരുടെയോ കാലച്ച കേട്ടു. ആസിഫ് തൻ്റെ കൈത്തോക്ക് മുറുക്കി പിടിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങി. ഇരുട്ടിൽ ഒളിച്ചിരുന്ന ആ രൂപം അതിവേഗത്തിൽ ഗോവണിപ്പടികൾ ഇറങ്ങി ഓടി. ഇടതുകാൽ ചെറുതായി വലിച്ചു വെച്ച് ഓടുന്ന ആ വ്യക്തിയെ ആസിഫ് പിന്തുടർന്നെങ്കിലും പാർക്കിംഗ് ഏരിയയിലെ കനത്ത ഇരുട്ടിൽ അയാൾ അപ്രത്യക്ഷനായി. തിരികെ വന്ന് ബൈൻഡിംഗ് സെക്ഷൻ പരിശോധിച്ച ആസിഫ് ഒരു കാര്യം ശ്രദ്ധിച്ചു. അവിടെയുണ്ടായിരുന്ന ഒരു വലിയ അലമാരയ്ക്ക് പിന്നിൽ രഹസ്യമായി ഒരു ചെറിയ മുറി ഉണ്ടായിരുന്നു. ആ മുറിക്കുള്ളിൽ നിറയെ നഗരത്തിലെ പ്രമുഖ വ്യക്തികളുടെ ചിത്രങ്ങളും അവരുടെ ദിനചര്യകളും രേഖപ്പെടുത്തിയ ചാർട്ടുകളും ഉണ്ടായിരുന്നു. കൊലയാളി വെറുമൊരു സൈക്കോ മാത്രമല്ല, കൃത്യമായ ലക്ഷ്യങ്ങളുള്ള ഒരാളാണെന്ന് അതോടെ വ്യക്തമായി. ആ മുറിയിലെ മേശപ്പുറത്തിരുന്ന ഒരു ചെറിയ ഗ്ലാസ് ജാറിനുള്ളിൽ നീല നിറത്തിലുള്ള അതേ രാസലായനി പകുതിയോളം നിറച്ചിരുന്നു. അതിനടുത്ത് അടുത്ത ഇരയുടെ ചിത്രം വെച്ചിരിക്കുന്നത് കണ്ട ആസിഫ് ഞെട്ടിപ്പോയി. അത് നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ചിത്രമായിരുന്നു. ആ രഹസ്യമുറിയിൽ കണ്ടെത്തിയ മനഃശാസ്ത്രജ്ഞൻ്റെ ചിത്രം ആസിഫിനെ കടുത്ത ആശങ്കയിലാക്കി. കൊലയാളിയുടെ അടുത്ത ലക്ഷ്യം നഗരത്തിലെ പ്രശസ്തനായ ഡോക്ടർ ഹേമന്ത് ആണെന്ന് വ്യക്തമായതോടെ സെക്കൻഡുകൾ പോലും പാഴാക്കാതെ ആസിഫ് ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് തിരിച്ചു. എന്നാൽ വഴിമധ്യേ കനത്ത മഴയും ട്രാഫിക്കും അന്വേഷണ സംഘത്തിൻ്റെ വേഗത കുറച്ചു. ഡോക്ടർ ഹേമന്തിൻ്റെ വീട്ടിലെത്തിയ ആസിഫ് കണ്ടത് മലർക്കെ തുറന്നിട്ട മുൻവാതിലാണ്. അകത്ത് സാധനങ്ങളെല്ലാം ചിതറിക്കിടക്കുന്നു. പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് എന്തോ വീണുടയുന്ന ശബ്ദം കേട്ട് ആസിഫ് ഓടി മുകളിലെത്തി. അവിടെ ഡോക്ടർ ഹേമന്ത് ബോധരഹിതനായി നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ജനാലയിലൂടെ കറുത്ത റെയിൻകോട്ട് ധരിച്ച ആ രൂപം താഴേക്ക് ചാടി ഇരുട്ടിൽ അപ്രത്യക്ഷനാകുന്നത് ആസിഫ് കണ്ടു. ഭാഗ്യവശാൽ ഡോക്ടർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ അയാളുടെ തോളിൽ അതേ ചിലന്തിയുടെ അടയാളം കൊലയാളി ആഴത്തിൽ വരഞ്ഞു ചേർത്തിരിക്കുന്നു. ഡോക്ടറെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. ഡോക്ടറുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പഴയ ഒരു ചികിത്സാരേഖ ആസിഫിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. 10 വർഷം മുമ്പ് ഒരു സ്പെഷ്യൽ വാർഡിൽ ചികിത്സയിലായിരുന്ന ഒരു രോഗിയുടെ വിവരങ്ങളായിരുന്നു അതിൽ. ആ രേഖകളിൽ വിവരിച്ചിരുന്ന രോഗലക്ഷണങ്ങൾ ഭയപ്പെടുത്തുന്നതായിരുന്നു. രോഗിക്ക് കഠിനമായ നിറങ്ങളോടും പുസ്തകങ്ങളോടും ഒരു പ്രത്യേകതരം അഭിനിവേശമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നീല നിറത്തിലുള്ള വസ്തുക്കളോട് അയാൾ കാണിച്ചിരുന്ന ആസക്തി ആസിഫിനെ ചിന്തിപ്പിച്ചു. എന്നാൽ ആ ഫയലിൽ രോഗിയുടെ പേരോ ഫോട്ടോയോ ഉണ്ടായിരുന്നില്ല. പകരം ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ മാത്രമാണ് നൽകിയിരുന്നത്. ആശുപത്രിയിലെ രേഖകൾ പിന്തുടർന്ന് ആസിഫ് ഒരു പഴയ മെഡിക്കൽ സ്റ്റോറിലെത്തി. അവിടെ നിന്ന് വർഷങ്ങളായി ഒരു പ്രത്യേക രാസലായനി പതിവായി വാങ്ങുന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു. ആ വ്യക്തിയുടെ വിലാസം തേടി പോയ ആസിഫ് എത്തിയത് നഗരത്തിന് പുറത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു കെമിക്കൽ ഫാക്ടറിയിലേക്കായിരുന്നു. ഫാക്ടറിയുടെ പരിസരത്ത് നിറയെ ഉണങ്ങിയ നീലപ്പൂക്കൾ വിതറിയിരിക്കുന്നു.
കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ആസിഫ് കണ്ടത് ചുവരുകളിൽ മുഴുവൻ നീലച്ചായം കൊണ്ട് വരച്ച വിചിത്രമായ ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾക്കിടയിൽ ആസിഫിൻ്റെ തന്നെ ഒരു വലിയ രേഖാചിത്രം ഉണ്ടായിരുന്നു. തൻ്റെ ഓരോ നീക്കവും കൊലയാളി നേരത്തെ തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന സത്യം ആസിഫിനെ അമ്പരപ്പിച്ചു. പെട്ടെന്ന് ഫാക്ടറിക്കുള്ളിലെ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്ന ശബ്ദം കേട്ടു. കനത്ത ഇരുട്ടിൽ നിന്ന് ആ നിഗൂഢ രൂപം ആസിഫിന് നേരെ പതുക്കെ നടന്നു വന്നു. അയാളുടെ കയ്യിൽ ആസിഫിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം ഒളിപ്പിച്ച ആ പഴയ ഡയറി ഉണ്ടായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട ആ കെമിക്കൽ ഫാക്ടറിയുടെ ഉള്ളിൽ തുരുമ്പിച്ച യന്ത്രങ്ങൾക്കിടയിൽ ആസിഫും ആ നിഗൂഢ രൂപവും മുഖാമുഖം നിന്നു. കറുത്ത റെയിൻകോട്ടിൻ്റെ മറവിൽ അയാളുടെ മുഖം വ്യക്തമായിരുന്നില്ല. ആസിഫ് തൻ്റെ തോക്ക് ആ രൂപത്തിന് നേരെ ചൂണ്ടി പതുക്കെ മുന്നോട്ട് നീങ്ങി. എന്നാൽ ആ വ്യക്തി ഒട്ടും പരിഭ്രമിക്കാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡയറി ഉയർത്തിക്കാട്ടി. ആസിഫിൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോകൾ ആ ഡയറിയുടെ പുറംചട്ടയിൽ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഫാക്ടറിക്കുള്ളിലെ ലൈറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി അണയാൻ തുടങ്ങി. ഇരുട്ടിൽ ആ രൂപം അതിവേഗം മറഞ്ഞു. ആസിഫ് ടോർച്ച് വെളിച്ചം ചുവരുകളിലേക്ക് വീശിയപ്പോൾ അവിടെ പുതിയതായി വരച്ച ചിത്രങ്ങൾ കണ്ടു. ആ ചിത്രങ്ങളിൽ ആസിഫിൻ്റെ പഴയ വീടും പരിസരവും കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നു. കൊലയാളി ആസിഫിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളാണെന്ന് അതോടെ ഉറപ്പായി. ഫാക്ടറിയുടെ മുകൾ നിലയിൽ നിന്ന് എന്തോ വീണുടയുന്ന ശബ്ദം കേട്ട് ആസിഫ് ഓടി മുകളിലെത്തി. അവിടെ ഒരു വലിയ ഗ്ലാസ് ജാറിനുള്ളിൽ നീല ലായനിയിൽ മുക്കിയ നിലയിൽ ഡോക്ടർ ഹേമന്തിൻ്റെ ക്ലിനിക്കിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ചില ഫയലുകൾ ഉണ്ടായിരുന്നു. ആ ഫയലുകളിൽ 10 വർഷം മുമ്പ് നടന്ന ഒരു ആത്മഹത്യയെക്കുറിച്ചുള്ള കുറിപ്പുകൾ ഉണ്ടായിരുന്നു. ആസിഫിൻ്റെ അച്ഛൻ കൈകാര്യം ചെയ്തിരുന്ന അവസാനത്തെ കേസായിരുന്നു അത്. പിന്നിൽ നിന്ന് ഒരു തണുത്ത കാറ്റ് വീശിയപ്പോൾ ആസിഫ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവിടെ ആ കറുത്ത റെയിൻകോട്ട് ധരിച്ച രൂപം നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ നീല നിറത്തിലുള്ള രാസലായനി നിറച്ച ആ സിറിഞ്ച് ഉണ്ടായിരുന്നു. ആസിഫ് വെടിയുതിർക്കാൻ ശ്രമിച്ചെങ്കിലും നിഴലുകൾക്കിടയിലൂടെ അതിവേഗം നീങ്ങിയ ആ രൂപം ആസിഫിനെ തള്ളിമാറ്റി താഴത്തെ നിലയിലേക്ക് ചാടി. ഫാക്ടറിക്ക് പുറത്ത് മഴ ശക്തി പ്രാപിച്ചു. ആസിഫ് താഴേക്ക് ഓടിയെത്തിയപ്പോഴേക്കും കൊലയാളി ഒരു പഴയ സൈക്കിളിൽ ഇരുട്ടിലേക്ക് മറഞ്ഞിരുന്നു. നിലത്തു വീണുകിടന്ന ആ ഡയറി ആസിഫ് കൈക്കലാക്കി. അതിൻ്റെ അവസാന പേജുകളിൽ നഗരത്തിലെ ഒരു പഴയ അനാഥാലയത്തിൻ്റെ വിലാസം രേഖപ്പെടുത്തിയിരുന്നു. ആ വിലാസത്തിന് താഴെ നീല ചായം കൊണ്ട് ഒരു വലിയ ഗുണനചിഹ്നം വരച്ചിരുന്നു. ആ അനാഥാലയത്തിന് ആസിഫിൻ്റെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. തൻ്റെ പിതാവ് അന്വേഷിച്ച ആ പഴയ കേസും ഈ കൊലയാളിയും തമ്മിലുള്ള കണ്ണികൾ പതുക്കെ തെളിഞ്ഞു വരികയായിരുന്നു. കൊലയാളി ലക്ഷ്യം വെക്കുന്നത് ആസിഫിനെ മാത്രമല്ല, അയാളുടെ കുടുംബത്തിൻ്റെ അന്തസ്സിനെ കൂടിയാണെന്ന് ആ സത്യം വെളിപ്പെടുത്തി. രാത്രിയുടെ നിശബ്ദതയിൽ ആ അനാഥാലയത്തിൻ്റെ ഗേറ്റിനു മുന്നിൽ ആസിഫ് എത്തിച്ചേർന്നു. അവിടെ കാവൽക്കാരൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട ആസിഫിൻ്റെ ഉള്ളിൽ ഒരു ഭയം പടർന്നു. കൊലയാളി തന്നേക്കാൾ ഒരു പടി മുന്നിലാണെന്ന് ആ കാഴ്ച തെളിയിച്ചു. അനാഥാലയത്തിൻ്റെ കവാടത്തിൽ വീണുകിടക്കുന്ന കാവൽക്കാരൻ്റെ അരികിലേക്ക് ആസിഫ് കുതിച്ചെത്തി. അയാളുടെ കഴുത്തിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു. എന്നാൽ ജീവൻ പൂർണ്ണമായും നിലച്ചിരുന്നില്ല. ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ച ശേഷം ആസിഫ് അനാഥാലയത്തിൻ്റെ അകത്തെ ഇരുളിലേക്ക് തോക്കുമായി പ്രവേശിച്ചു. വർഷങ്ങൾ പഴക്കമുള്ള ആ കെട്ടിടത്തിൻ്റെ ചുവരുകളിൽ പായൽ പിടിച്ചു തുടങ്ങിയിരുന്നു. മുകൾ നിലയിലെ ഓഫീസിൽ നിന്ന് എന്തോ വലിച്ചിഴയ്ക്കുന്ന ശബ്ദം കേട്ട് ആസിഫ് പടികൾ കയറി. അവിടെ പഴയ ഫയലുകൾ സൂക്ഷിച്ചിരുന്ന അലമാരകൾ എല്ലാം തുറന്നിട്ട നിലയിലായിരുന്നു. തറയിൽ ചിതറിക്കിടക്കുന്ന കടലാസുകൾക്കിടയിൽ ആസിഫിൻ്റെ അച്ഛൻ പണ്ടൊപ്പിട്ട ചില ദാനപത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ രേഖകളിൽ ഒരു കുട്ടിയുടെ പേര് മാത്രം കറുത്ത മഷി കൊണ്ട് ആവർത്തിച്ച് വെട്ടിയിരിക്കുന്നത് ആസിഫ് ശ്രദ്ധിച്ചു. പെട്ടെന്ന് മുകളിലെ വെന്റിലേറ്ററിലൂടെ ഒരു കറുത്ത രൂപം താഴേക്ക് ചാടി. ആസിഫ് വെടിയുതിർത്തെങ്കിലും അത് ലക്ഷ്യം തെറ്റി ചുമരിൽ പതിച്ചു. ആ രൂപം അതിവേഗത്തിൽ ഇടനാഴിയിലൂടെ ഓടിമറഞ്ഞു. പിന്തുടരുന്നതിനിടയിൽ ആസിഫ് ഒരു വലിയ ഹാളിനുള്ളിൽ എത്തിപ്പെട്ടു. അവിടെ ചുവരുകളിൽ മുഴുവൻ നീലച്ചായം കൊണ്ട് വലിയ കണ്ണുകൾ വരച്ചു വെച്ചിരുന്നു. ഓരോ കണ്ണും ആസിഫിനെ തന്നെ നോക്കുന്നതുപോലെ തോന്നി. ഹാളിൻ്റെ നടുവിൽ ഒരു പഴയ ഗ്രാമഫോൺ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് പുറപ്പെട്ട വിചിത്രമായ സംഗീതം
ആ അന്തരീക്ഷത്തെ കൂടുതൽ ഭയാനകമാക്കി. സംഗീതത്തിനൊപ്പം ഹാളിൻ്റെ മൂലയിൽ നിന്ന് ഒരാൾ പതുക്കെ പുറത്തേക്ക് വന്നു. അത് കൊലയാളി ആയിരുന്നില്ല, മറിച്ച് വർഷങ്ങളായി അവിടെ കഴിയുന്ന ഒരു വൃദ്ധനായിരുന്നു. ഭയം കൊണ്ട് വിറയ്ക്കുന്ന അയാളുടെ കൈകളിൽ ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. ആസിഫ് ആ ഫോട്ടോ വാങ്ങി നോക്കി. 10 വർഷം മുമ്പ് ആ അനാഥാലയത്തിൽ നിന്ന് കാണാതായ ഒരു കുട്ടിയുടെ ചിത്രമായിരുന്നു അത്. ആ കുട്ടിയുടെ കഴുത്തിൽ ഇപ്പോഴത്തെ കൊലപാതകങ്ങളിൽ കാണുന്നത് പോലെയുള്ള ചിലന്തിയുടെ അടയാളം ജന്മനാലുണ്ടായിരുന്നു. ആ ഫോട്ടോയുടെ പിന്നിൽ നീലമഷിയിൽ ഒരു തീയതി കുറിച്ചിരുന്നു. ആസിഫിൻ്റെ അച്ഛൻ മരിച്ച അതേ ദിവസം. ആ സത്യം ആസിഫിനെ തളർത്തിക്കളഞ്ഞു. തൻ്റെ അച്ഛൻ അന്വേഷിച്ച ആ പഴയ കേസും ഈ കുട്ടിയും തമ്മിൽ എന്തോ വലിയ ബന്ധമുണ്ടായിരുന്നു. കൊലയാളി വെറുമൊരു ക്രിമിനലല്ല, മറിച്ച് വർഷങ്ങളായി നീറിപ്പുകയുന്ന പ്രതികാരത്തിൻ്റെ അഗ്നിയാണെന്ന് ആസിഫിന് മനസ്സിലായി. പെട്ടെന്ന് അനാഥാലയത്തിൻ്റെ പുറത്ത് ഒരു പൊട്ടിത്തെറി ശബ്ദം കേട്ടു. ആസിഫിൻ്റെ ജീപ്പ് തീപിടിച്ചു കത്തുകയായിരുന്നു. തീനാളങ്ങൾക്കിടയിലൂടെ ആ കറുത്ത റെയിൻകോട്ട് ധരിച്ച രൂപം ആസിഫിനെ നോക്കി കൈവീശി കാണിച്ച് ഇരുട്ടിലേക്ക് അപ്രത്യക്ഷനായി. ആ നിഴൽ രൂപം ലക്ഷ്യം വെക്കുന്നത് ആസിഫിൻ്റെ ജീവനല്ല, മറിച്ച് അയാളെ മാനസികമായി തകർക്കാനാണെന്ന് വ്യക്തമായി. കത്തുന്ന ജീപ്പിൻ്റെ വെളിച്ചത്തിൽ ആസിഫ് തകർന്നുപോയ അനാഥാലയത്തിൻ്റെ മുറ്റത്ത് നിന്നു. കൊലയാളി തന്നെ ഓരോ ഘട്ടത്തിലും പരാജയപ്പെടുത്തുന്നത് ആസിഫിനെ മാനസികമായി തളർത്തി. ആ പഴയ ഫോട്ടോയിലെ കുട്ടിയുടെ കഴുത്തിലെ ചിലന്തി അടയാളം ആസിഫിൻ്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങി. തൻ്റെ അച്ഛൻ ഒരു സത്യസന്ധനായ ഓഫീസറാണെന്ന് വിശ്വസിച്ചിരുന്ന ആസിഫിന് മുന്നിൽ ഇപ്പോൾ ചില സംശയങ്ങൾ ഉയർന്നു വന്നു. അന്ന് രാത്രി ആസിഫ് തൻ്റെ പഴയ തറവാട്ട് വീട്ടിലെത്തി. അച്ഛൻ്റെ മരണശേഷം ആരും തുറക്കാത്ത ആ മുറിയിൽ പഴയ ഡയറികളും ഫയലുകളും കൂട്ടിയിട്ടിരുന്നു. പൊടി പിടിച്ച ആ കുന്നുകൾക്കിടയിൽ നിന്ന് ഓപ്പറേഷൻ ബ്ലൂ സ്പൈഡർ എന്ന് രേഖപ്പെടുത്തിയ ഒരു രഹസ്യ ഫയൽ ആസിഫ് കണ്ടെടുത്തു. അതിനുള്ളിൽ 10 വർഷം മുമ്പ് നടന്ന ആ അനാഥാലയത്തിലെ കുട്ടികളുടെ തിരോധാനത്തെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു. ആ ഫയലിലെ അവസാന പേജിൽ അച്ഛൻ്റെ വിറയ്ക്കുന്ന കൈപ്പടയിൽ എഴുതിയ ചില കുറിപ്പുകൾ ഉണ്ടായിരുന്നു. ആ കുറിപ്പുകൾ പ്രകാരം ആ കുട്ടിയെ അനാഥാലയത്തിൽ നിന്ന് മാറ്റിയത് നിയമപരമായ ആവശ്യങ്ങൾക്കല്ല, മറിച്ച് ചില സ്വാഭാവികമായ പരീക്ഷണങ്ങൾക്കായിരുന്നു. ആ പരീക്ഷണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് അന്ന് നഗരത്തിലെ പ്രമുഖനായിരുന്ന ഒരു വ്യവസായിയായിരുന്നു. തൻ്റെ അച്ഛൻ ആ കേസ് അട്ടിമറിക്കാൻ നിർബന്ധിതനായതാണോ അതോ അതിൽ പങ്കാളിയായതാണോ എന്ന ചോദ്യം ആസിഫിനെ വേട്ടയാടി. പെട്ടെന്ന് മുറിക്കുള്ളിലെ ജനാലച്ചില്ല് തകർന്നു വീണു. പുറത്ത് മഴവിൽ വെളിച്ചത്തിൽ ആ കറുത്ത റെയിൻകോട്ട് ധരിച്ച രൂപം മരക്കൊമ്പിലിരിക്കുന്നത് ആസിഫ് കണ്ടു. ഇത്തവണ അയാൾ ഓടിയില്ല, പകരം തൻ്റെ കയ്യിലുണ്ടായിരുന്ന നീലലായനി നിറച്ച ഒരു കുപ്പി താഴേക്കെറിഞ്ഞു. അത് തറയിൽ വീണുടഞ്ഞപ്പോൾ അതിൽ നിന്ന് പടർന്ന ഗന്ധം ആസിഫിനെ ബോധരഹിതനാക്കാൻ പോന്നതായിരുന്നു. ആസിഫ് കണ്ണു തുറന്നപ്പോൾ താൻ ഒരു ഇരുണ്ട മുറിയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കണ്ടു. ചുറ്റുമുള്ള ചുവരുകളിൽ തൻ്റെ അച്ഛൻ്റെയും ആ കുട്ടിയുടെയും വലിയ ചിത്രങ്ങൾ ഒട്ടിച്ചു വെച്ചിരുന്നു. മുറിയുടെ മൂലയിൽ ഒരു പഴയ കസേരയിലിരുന്ന് കൊലയാളി തൻ്റെ മുഖം പതുക്കെ പുറത്ത് കാണിച്ചു. ആ മുഖം കണ്ട ആസിഫ് സ്തംഭിച്ചു പോയി. അത് 10 വർഷം മുമ്പ് മരിച്ചു പോയെന്ന് കരുതിയ ആ അനാഥാലയത്തിലെ അതേ കുട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾക്ക് ഒരു യുവാവിൻ്റെ കരുത്തുണ്ട്. അയാൾ പതുക്കെ എഴുന്നേറ്റ് ആസിഫിന് നേരെ നടന്നു വന്നു. അയാളുടെ കയ്യിൽ ഒരു ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന കത്തിയുണ്ടായിരുന്നു. ആസിഫിൻ്റെ നെഞ്ചിൽ അതേ ചിലന്തിയുടെ അടയാളം വരയ്ക്കാൻ അയാൾ തയ്യാറെടുത്തു. എന്നാൽ ആസിഫ് തൻ്റെ കാൽ കൊണ്ട് കൊലയാളിയെ തൊഴിച്ചു വീഴ്ത്തി. ചങ്ങലകളിൽ നിന്ന് മോചിതനാകാൻ ശ്രമിച്ചു. ആ പോരാട്ടത്തിനിടയിൽ ആ മുറിയുടെ ഒരു മൂലയിൽ സൂക്ഷിച്ചിരുന്ന ഗ്ലാസ് ജാറുകൾ തകർന്നു വീണു. അതിനുള്ളിൽ നിന്ന് പുറത്തു വന്നത് ആസിഫിൻ്റെ അച്ഛൻ പണ്ട് കാണാതായെന്ന് റിപ്പോർട്ട് ചെയ്ത പ്രധാന തെളിവുകളായിരുന്നു. കൊലയാളിക്ക് വേണ്ടത് വെറുമൊരു പ്രതികാരമല്ല, മറിച്ച് ലോകത്തിനു മുന്നിൽ തന്നെ അച്ഛൻ്റെ മുഖം മൂടി അഴിച്ചുമാറ്റുക എന്നതായിരുന്നു. ആ ഇരുണ്ട മുറിയിൽ ആസിഫും ആ യുവാവും തമ്മിലുള്ള പോരാട്ടം കടുത്തു. ചങ്ങലകളിൽ നിന്ന് ഒരു കൈ മോചിപ്പിച്ച ആസിഫ് തറയിൽ കിടന്ന ഒരു ഇരുമ്പ് ദണ്ട് കൈക്കലാക്കി. എന്നാൽ കൊലയാളി അതിവേഗം നീങ്ങി ആസിഫിൻ്റെ മുറിവുകളിൽ ആഞ്ഞടിച്ചു. വേദന കൊണ്ട് പുളയുമ്പോഴും ആസിഫിൻ്റെ കണ്ണുകൾ ചുമരിലെ ചിത്രങ്ങളിലായിരുന്നു.
അവിടെ തൻ്റെ അച്ഛൻ്റെ കൈപ്പടയിലുള്ള ചില രഹസ്യരേഖകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അയാൾ കണ്ടു. കൊലയാളി പതുക്കെ ആസിഫിൻ്റെ അരികിലേക്ക് നടന്നു വന്നു. അയാളുടെ കണ്ണുകളിൽ പ്രതികാരത്തേക്കാൾ വലിയൊരു ശൂന്യതയായിരുന്നു. അയാൾ ഒരു പഴയ ഫയൽ ആസിഫിന് നേരെ എറിഞ്ഞു. അതിനുള്ളിൽ 10 വർഷം മുമ്പ് നടന്ന ആ പരീക്ഷണങ്ങളുടെ ഇരയായ കുട്ടികളുടെ പട്ടിക ഉണ്ടായിരുന്നു. ആ പട്ടികയിലെ 1ാമത്തെ പേര് ആ യുവാവിൻ്റേതായിരുന്നു. തൻ്റെ അച്ഛൻ ആ പരീക്ഷണങ്ങൾക്ക് സംരക്ഷണം നൽകിയിരുന്ന പോലീസ് ഓഫീസറായിരുന്നു എന്ന സത്യം ആ രേഖകളിൽ തെളിഞ്ഞു നിന്നു. ആസിഫിൻ്റെ ഉള്ളിൽ ഒരു വലിയ തകർച്ചയുണ്ടായി. താൻ ഇത്രയും കാലം ആരാധിച്ചിരുന്ന അച്ഛൻ ഒരു കുറ്റവാളിയെപ്പോലെ പെരുമാറിയിരുന്നു എന്ന തിരിച്ചറിവ് അയാളെ തളർത്തി. കൊലയാളി പതുക്കെ ആസിഫിൻ്റെ കഴുത്തിനു നേരെ കത്തി നീട്ടി. എന്നാൽ പെട്ടെന്ന് പുറത്ത് പോലീസിൻ്റെ സൈറൺ മുഴങ്ങി. ആസിഫിൻ്റെ ടീമിലെ സഞ്ജനയും സംഘവും അവിടേക്ക് എത്തിക്കൊണ്ടിരുന്നു. കൊലയാളി ഒരു നിമിഷം ആലോചിച്ചു നിന്നു. അയാൾ ആസിഫിനെ കൊല്ലുന്നതിന് പകരം മുറിയുടെ മൂലയിലുണ്ടായിരുന്ന ഒരു സ്വിച്ച് അമർത്തി. പെട്ടെന്ന് ആ മുറിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന രാസവസ്തുക്കൾക്ക് തീപിടിച്ചു. നീല നിറത്തിലുള്ള തീജ്വാലകൾ ആ മുറിയെ വിഴുങ്ങാൻ തുടങ്ങി. പുകപടലങ്ങൾക്കിടയിലൂടെ ആ യുവാവ് ഒരു രഹസ്യവാതിലിലൂടെ പുറത്തേക്ക് ഓടിമറഞ്ഞു. ആസിഫ് ആ പുകയ്ക്കടിയിൽ കിടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ തറയിൽ വീണുകിടന്ന ആ രഹസ്യ ഫയൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തൻ്റെ അച്ഛൻ്റെ തെറ്റുകൾ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്താൻ ആ തെളിവുകൾ അത്യാവശ്യമായിരുന്നു. സഞ്ജനയും സംഘവും വാതിൽ തകർത്ത് അകത്തു കയറി ആസിഫിനെ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചു. കത്തുന്ന ആ കെട്ടിടത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ആസിഫിൻ്റെ മനസ്സിൽ ആ യുവാവിൻ്റെ കണ്ണുകൾ മാത്രമായിരുന്നു. അയാൾ ചെയ്ത കൊലപാതകങ്ങൾ നീതീകരിക്കാനാവില്ലെങ്കിലും അയാളെ ഈ അവസ്ഥയിലെത്തിച്ചതിൽ തൻ്റെ കുടുംബത്തിനും പങ്കുണ്ടെന്ന സത്യം ആസിഫിനെ വേട്ടയാടി. നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് കൊലയാളി തൻ്റെ അവസാനത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുകയായിരുന്നു. അതൊരു പഴയ ലബോറട്ടറി ആയിരുന്നു. 10 വർഷം മുമ്പ് താൻ പീഡിപ്പിക്കപ്പെട്ട അതേ സ്ഥലം. അവിടെ ഇപ്പോൾ നഗരത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ ഉടമ താമസിക്കുന്നുണ്ട്. അയാൾക്കായിരുന്നു കൊലയാളിയുടെ അവസാനത്തെ ശിക്ഷ കാത്തിരുന്നത്. ആസിഫ് തൻ്റെ ടീമിനൊപ്പം ആ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. നഗരത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ മുകൾ നിലയിലുള്ള VIP വാർഡിലേക്ക് ആസിഫും സംഘവും പാഞ്ഞെത്തി. ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ ഉടമയായ ഡോക്ടർ മേനോൻ അവിടെ അതീവ സുരക്ഷയിലായിരുന്നു. 10 വർഷം മുമ്പ് അനാഥാലയത്തിലെ കുട്ടികളിൽ പരീക്ഷണം നടത്തിയ സംഘത്തിൻ്റെ തലവൻ ഇയാളാണെന്ന സത്യം ആസിഫിൻ്റെ കയ്യിലുള്ള ഫയലുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലെ വൈദ്യുതി പെട്ടെന്ന് നിലച്ചു. ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നതിന് മുമ്പുള്ള ആ നിമിഷാർദ്ധത്തിൽ കറുത്ത റെയിൻകോട്ട് ധരിച്ച രൂപം സെക്യൂരിറ്റി വലയങ്ങൾ ഭേദിച്ച് ഉള്ളിൽ കടന്നു. ആസിഫ് തൻ്റെ ടോർച്ച് വെളിച്ചത്തിൽ ഇടനാഴിയിലൂടെ ഓടി. അവിടെ വീണുകിടന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കഴുത്തിൽ അതേ നീല നിറത്തിലുള്ള ചായം പുരട്ടിയിരുന്നു. കൊലയാളി തൻ്റെ ലക്ഷ്യത്തിന് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഡോക്ടർ മേനോന്റെ മുറിയുടെ വാതിൽ തകർക്കപ്പെട്ട നിലയിലായിരുന്നു. അകത്ത് കയറി ആസിഫ് കണ്ടത് ഭീതിജനകമായ ഒരു കാഴ്ചയാണ്. ഡോക്ടറെ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്നു. അയാളുടെ മുന്നിൽ ആ യുവാവ് ശാന്തനായി നിൽക്കുന്നുണ്ടായിരുന്നു. യുവാവിൻ്റെ കയ്യിൽ ഒരു വലിയ സിറിഞ്ചുണ്ടായിരുന്നു. അതിനുള്ളിൽ മാരകമായ ആ നീല ലായനി നിറച്ചിരുന്നു. 10 വർഷം മുമ്പ് തനിക്ക് നൽകിയ അതേ വേദന ഡോക്ടർക്കും നൽകാൻ അയാൾ തയ്യാറെടുത്തു. ആസിഫ് തൻ്റെ തോക്ക് യുവാവിന് നേരെ ചൂണ്ടി നിന്നു. എന്നാൽ യുവാവ് ഒട്ടും കുലുക്കമില്ലാതെ ഡോക്ടറുടെ കഴുത്തിനു നേരെ സിറിഞ്ച് അടുപ്പിച്ചു. ആസിഫിൻ്റെ അച്ഛൻ പണ്ട് ചെയ്ത തെറ്റുകൾക്ക് പകരമായി ഈ ലോകത്തോട് തന്നെ പ്രതികാരം ചെയ്യാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ആ യുവാവിൻ്റെ കണ്ണുകൾ പറഞ്ഞു. പോലീസ് സംഘം പുറത്തുനിന്ന് വാതിൽ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആസിഫ് തൻ്റെ കയ്യിലുള്ള ഫയലുകൾ തറയിലേക്ക് എറിഞ്ഞു. ആ ഫയലുകൾക്കുള്ളിൽ 10 വർഷം മുമ്പ് ആസിഫിൻ്റെ അച്ഛൻ രഹസ്യമായി ശേഖരിച്ച ഡോക്ടർ മേനോനെതിരെയുള്ള അറസ്റ്റ് വാറന്റും മറ്റു തെളിവുകളും ഉണ്ടായിരുന്നു. തൻ്റെ അച്ഛൻ പൂർണ്ണമായും കുറ്റവാളിയായിരുന്നില്ലെന്നും അവസാനം സത്യം വെളിപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും ആസിഫ് ആ യുവാവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. യുവാവ് ഒരു നിമിഷം ആ ഫയലുകളിലേക്ക് നോക്കി. അയാളുടെ കൈകൾ അല്പം വിറച്ചു. ആ 10 വർഷത്തെ പകയും വേദനയും ആ ഒരു നിമിഷത്തിൽ അയാളുടെ മുഖത്ത് നിഴലിച്ചു. പുറത്ത് പോലീസിന്റെ വെടിയൊച്ചകൾ കേട്ടു തുടങ്ങിയതോടെ യുവാവ് ഡോക്ടറെ തള്ളി മാറ്റി ജനാലയ്ക്കൽ നിന്നു. താഴെ പടർന്നു കിടക്കുന്ന ഇരുട്ടിലേക്ക് അയാൾ ഒരു നിഗൂഢ ചിരിയോടെ നോക്കി. ആസിഫ് അയാളെ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവ് ജനാലയിലൂടെ പുറത്തേക്ക് ചാടി.
ആസിഫ് താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഹോസ്പിറ്റലിന്റെ താഴെയുള്ള വലിയ പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരത്തിന് മുകളിൽ ആ കറുത്ത റെയിൻകോട്ട് വീണു കിടക്കുന്നതാണ്. പക്ഷേ അവിടെ ആ യുവാവ് ഉണ്ടായിരുന്നില്ല. അയാൾ വീണ്ടും നിഴലുകൾക്കിടയിൽ അപ്രത്യക്ഷനായി. നഗരത്തെ വിറപ്പിച്ച ആ സൈക്കോ കൊലയാളി തന്റെ അവസാനത്തെ ഇരയെ ജീവനോടെ വിട്ടു. പക്ഷേ സത്യങ്ങൾ പുറത്തു വന്നതോടെ ഡോക്ടർ മേനോനും കൂട്ടാളികളും നിയമത്തിന്റെ വലയിലായി. എന്നാൽ ആസിഫിന് അറിയാമായിരുന്നു ഈ കളി ഇവിടെ അവസാനിക്കുന്നില്ലെന്ന്. ഹോസ്പിറ്റലിൽ നടന്ന ആ രാത്രിയിലെ സംഭവങ്ങൾക്ക് ശേഷം നഗരം ശാന്തമായെങ്കിലും ആസിഫിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഡോക്ടർ മേനോനും കൂട്ടാളികളും അഴികൾക്കുള്ളിലായി. ആസിഫിന്റെ അച്ഛൻ 10 വർഷം മുമ്പ് ശേഖരിച്ച തെളിവുകൾ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. അതോടെ ആസിഫിന്റെ അച്ഛൻ ഒരു കുറ്റവാളിയല്ലെന്നും മറിച്ച് വലിയൊരു മാഫിയയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വഹിച്ചതാണെന്നും ലോകം തിരിച്ചറിഞ്ഞു. ആസിഫ് തൻ്റെ പഴയ തറവാട്ട് വീട്ടിലെത്തി അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നു. അച്ഛൻ്റെ പേരിൽ വന്നിരുന്ന കറകൾ മാഞ്ഞെങ്കിലും ആ യുവാവ് എവിടെയാണെന്ന ചോദ്യം അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൻ്റെ ജനാലയിലൂടെ ചാടിയ ആ കറുത്ത റെയിൻകോട്ട് ധരിച്ച രൂപം പിന്നീട് എവിടെയും കണ്ടില്ല. നഗരത്തിലെ ഒരു CCTV ക്യാമറയിലും അയാളുടെ അടയാളങ്ങൾ പതിഞ്ഞില്ല. പെട്ടെന്ന് ആസിഫിൻ്റെ ഫോണിൽ ഒരു സന്ദേശം വന്നു. അതൊരു പഴയ ലൊക്കേഷൻ മാപ്പായിരുന്നു. ആദ്യത്തെ കൊലപാതകം നടന്ന അതേ റെയിൽവേ യാർഡ്. ആസിഫ് ഒറ്റയ്ക്ക് അവിടേക്ക് തിരിച്ചു. മഴ പെയ്തു കുതിർന്ന ആ പഴയ ഗുഡ്സ് വാനിന് സമീപം കറുത്ത റെയിൻകോട്ട് മടക്കി വെച്ചിരിക്കുന്നത് അയാൾ കണ്ടു. അതിനു മുകളിൽ ഒരു ചെറിയ നീല കല്ല് തിളങ്ങുന്നുണ്ടായിരുന്നു. റെയിൻകോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ആസിഫിന് ഒരു ചെറിയ ലോക്കറ്റ് ലഭിച്ചു. അത് 10 വർഷം മുമ്പ് ആ അനാഥാലയത്തിലെ കുട്ടികൾക്ക് നൽകിയിരുന്ന ഐഡന്റിറ്റി ലോക്കറ്റായിരുന്നു. അതിൽ ആ യുവാവിൻ്റെ യഥാർത്ഥ പേര് കൊത്തിവെച്ചിരുന്നു. ആ പേര് കണ്ടപ്പോൾ ആസിഫിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് ആസിഫിൻ്റെ അച്ഛൻ പണ്ടു ദത്തെടുക്കാൻ ആഗ്രഹിച്ചിരുന്ന എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ അതേ കുട്ടിയായിരുന്നു. യാർഡിൻ്റെ അങ്ങേയറ്റത്ത് കനത്ത മൂടൽമഞ്ഞിനിടയിൽ ഒരു നിഴൽ രൂപം പതുക്കെ നടന്നു പോകുന്നത് ആസിഫ് കണ്ടു. ആസിഫ് തോക്ക് പുറത്തെടുത്തില്ല. ആ രൂപം ഒരിക്കൽ തിരിഞ്ഞു നോക്കി. ആ മുഖത്ത് ഇപ്പോൾ പകയോ വേദനയോ ഉണ്ടായിരുന്നില്ല, മറിച്ച് തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ഒരാളുടെ സമാധാനമായിരുന്നു. ഇടതുകാൽ ചെറുതായി വലിച്ചു വെച്ച് നടന്നു പോകുന്ന ആ രൂപം പതുക്കെ മഞ്ഞിനുള്ളിൽ ലയിച്ചു ചേർന്നു. ആസിഫ് ആ റെയിൻകോട്ട് കയ്യിലെടുത്തു പതുക്കെ കാറിലേക്ക് നടന്നു. നഗരത്തിൽ ഇനി കൊലപാതകങ്ങൾ നടക്കില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ നീതി നിഷേധിക്കപ്പെടുമ്പോൾ ഇരുളിൽ ആ നിഴൽ രൂപം വീണ്ടും പ്രത്യക്ഷപ്പെട്ടേക്കാം. പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങുമ്പോൾ ആസിഫ് തൻ്റെ ഡയറിയിൽ ഇപ്രകാരം കുറിച്ചു: ചിലപ്പോൾ സത്യം വെളിച്ചത്തേക്കാൾ കൂടുതൽ സുരക്ഷിതമായിരിക്കുമെന്ന് നിഴലുകളിലാണ്. റെയിൽവേ യാർഡിന് മുകളിൽ കറുത്ത മേഘങ്ങൾ ഒഴിഞ്ഞുമാറി പതുക്കെ വെളിച്ചം പരന്നു തുടങ്ങി. പക്ഷേ ആസിഫിൻ്റെ ഉള്ളിൽ ആ നീല നിറത്തിലുള്ള നിഗൂഢത എന്നും ഒരു മായാത്ത അടയാളമായി അവശേഷിച്ചു. പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങുമ്പോൾ ആസിഫ് തൻ്റെ ഡയറിയിൽ ഇപ്രകാരം കുറിച്ചു: ചിലപ്പോൾ സത്യം വെളിച്ചത്തേക്കാൾ കൂടുതൽ സുരക്ഷിതമായിരിക്കുന്നത് നിഴലുകളിലാണ്. റെയിൽവേ യാർഡിന് മുകളിൽ കറുത്ത മേഘങ്ങൾ ഒഴിഞ്ഞുമാറി പതുക്കെ വെളിച്ചം പരന്നു തുടങ്ങി. പക്ഷേ ആസിഫിൻ്റെ ഉള്ളിൽ ആ നീല നിറത്തിലുള്ള നിഗൂഢത എന്നും ഒരു മായാത്ത അടയാളമായി അവശേഷിച്ചു.